നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. ADMന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കൂ എന്ന അന്വേഷണ സംഘത്തോട് ഹൈക്കോടതി. CBI അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് കുടുംബം. സർക്കാരും CBIയും നിലപാടറിയിക്കണമെന്ന് കോടതി. കുടുംബത്തോട് സർക്കാരും CPMഉം ചെയ്തത് ചതിയെന്ന് വീട് സന്ദർശിച്ച K. സുരേന്ദ്രൻ. പതിനെട്ടാം പടിയിലെ ഫോട്ടോഷൂട്ടിൽ പോലീസുകാർക്കെതിരെ നടപടി. 23 പേരെ തീവ്ര പരിശീലനത്തിന് അയക്കണമെന്ന് ADGP. റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കും. അയ്യപ്പന്മാരോട് അപമര്യാദയായി പെരുമാറരുതെന്ന് പോലീസുകാർക്ക് മാർഗനിർദ്ദേശം. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജാ വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈന്ദവ സംഘടനകൾ. ഉദയാസ്തമന പൂജ മാറ്റിവെച്ചത് അംഗീകരിക്കാനാവില്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് ഹിന്ദു ഐക്യവേദി. LDF UDF മുന്നണികൾക്കെതിരെ ആഞ്ഞടിച്ച് ദീപിക മുഖപത്രം. ഇരുമുന്നണികളുടെയും കപട രാഷ്ട്രീയമെന്ന ആക്ഷേപം. കമ്മീഷനെ നിയോഗിച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. ഭേദഗതി പാസ്സായാൽ മുനമ്പത്തിന് പരിഹാരമാകുമെന്നും കത്തോലിക്ക സഭാ മുഖപത്രം. ജമ്മുകശ്മീരിൽ കനത്ത സുരക്ഷയൊരുക്കി കേന്ദ്രം. NSGയെ വിന്യസിച്ച ആഭ്യന്തര മന്ത്രാലയം. നീക്കം ഭീകരാക്രമണങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ. കട്ടിംഗ് സൗത്ത് സംഘാടകർ പ്രചരിപ്പിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ആശയം. കട്ടിംഗ് സൗത്ത് ആയത് NDFന്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ പ്രചാരണം. നവമാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ചത് PFI ഭീകരർ. ശബരിമലയിൽ മാങ്കുണ്ട അയ്യപ്പ നിലയം വൃത്തിഹീനം. വിരിവയ്ക്കുന്നിടം നിറയെ ചവറ്റുകുട്ടകളും ക്ലോസറ്റുകളും. ജനം TV വാർത്തയ്ക്ക് പിന്നാലെ നടപടി. പ്രദേശം വൃത്തിയാക്കി ദേവസ്വം. ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ അപലപിച്ച ഇസ്കോൺ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്നും സംഘടന. ഭാരതത്തിലും വ്യാപക പ്രതിഷേധം. നോക്കാം വിശദമായി. വിവാദമായ കട്ടിംഗ് സൗത്ത് ആശയം പോപ്പുലർ ഫ്രണ്ടിൻ്റേത്. NDFന്റെ സ്ഥാപകരിൽ ഒരാളായ P. കോയ തുടങ്ങിവെച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ആശയമാണ് കട്ടിംഗ് സൗത്തായി പരിണമിച്ചത്. നിരവധി PFI ഭീകരർ കട്ടിംഗ് സൗത്ത് ആശയം നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. NDFന്റെ സ്ഥാപകൻ P. കോയ മുന്നോട്ട് വെച്ച ആശയമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ. 2017 മുതൽ പല PFI ഭീകരരും യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ആശയം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഈ പ്രചരണം ഏറ്റെടുത്താണ് കട്ടിംഗ് സൗത്ത് സംഘടിപ്പിച്ചതെന്ന ആരോപണം ശക്തമാകുന്നു. കേരളമടങ്ങുന്ന ദക്ഷിണേന്ത്യയെ ഭാരതത്തിൽ നിന്നും വിഭജിക്കുക എന്നതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം. ദക്ഷിണ ഭാരതത്തെ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്ന മാപ്പ് കട്ടിംഗ് സൗത്തിന്റെ ബ്രോഷറിലും വെച്ചു. കട്ടിംഗ് സൗത്തിനായി കാനഡയിൽ നിന്നും $4000 എത്തി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെയാണ് കാനഡ ഹൈക്കമ്മീഷനുമായി ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറിയും സ്പോൺസർഷിപ്പ് കരാറിൽ ഏർപ്പെട്ടത്. ഇതിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇന്നലെ പരാതി ലഭിച്ചു. കട്ടിംഗ് സൗത്തിന്റെ ഭീകര സ്വഭാവം IBയുടെ അന്വേഷണ പരിധിയിലാണ്. വിദേശ ഫണ്ടിംഗ് സംബന്ധിച്ച വിഷയങ്ങൾ കൂടി കേന്ദ്ര ഏജൻസികൾ ഉടൻ അന്വേഷിക്കുമെന്നാണ് സൂചന. ജനം, ഡൽഹി. ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ അപലപിച്ച ഇസ്കോൺ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്നും സംഘടന പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. അറസ്റ്റിനെതിരെ ഭാരതത്തിലും പ്രതിഷേധം ശക്തമാകുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ഇസ്കോൺ സന്യാസി ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹിന്ദുക്കൾക്ക് നേരെ നടന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ 26-ന് ധാക്കയിൽ നടന്ന പ്രകടനത്തിനിടെ 0 പോയിന്റിൽ കാവിക്കൊടി ബംഗ്ലാദേശ് പതാകയെക്കാട്ടിൽ ഉയരത്തിൽ കെട്ടിയെന്നതാണ് കേസ്. ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം തുടരുകയാണ്. ധാക്കയിൽ ഇന്നലെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധ പ്രകടനം നടന്നു. ബംഗ്ലാദേശിന്റെ നടപടിയിൽ ഭാരതം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ഹിന്ദുക്കൾ അടങ്ങുന്ന മതന്യൂനപക്ഷത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു.
കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ അപലപിച്ച് ജീവനകലാ ആചാര്യൻ ശ്രീ രവിശങ്കർ രംഗത്തെത്തി. ചിന്മയ കൃഷ്ണദാസ് ആയുധമെടുത്തയാളോ ഭീകരനോ അല്ല, ഭീകരതയ്ക്കിരയാകുന്ന ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുക മാത്രമാണ് ചെയ്തതെന്നും ശ്രീ രവിശങ്കർ പ്രതികരിച്ചു. He is not taking weapons, he is not taking guns, he is caring for his people. He is just standing up for the rights and want government to hear the atrocities that is being happening on the minorities there. And arresting a religious priest is not going to do any good to them or to the people or to the country or even the image of Bangladesh. We expect much more from Professor Muhammad Yunus. ഭാരതത്തിന്റെ ജവാന്മാർ ജീവത്യാഗം ചെയ്ത് രൂപീകരിച്ച രാജ്യമാണ് ബംഗ്ലാദേശ് എന്നും ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം ആശങ്കയുണ്ടാക്കുന്നുവെന്നും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ എക്സിൽ കുറിച്ചു. ഹിന്ദുക്കൾക്കെതിരെയുള്ള കലാപം അവസാനിപ്പിക്കാൻ മുഹമ്മദ് യൂനിസ് സർക്കാർ തയ്യാറാകണമെന്നും പവൻ കല്യാൺ ആവശ്യപ്പെട്ടു. ജനം, ഡൽഹി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സംസ്ഥാന സർക്കാരും CBIയും നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി. കേസ് ഡയറിയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സത്യവാങ്മൂലവും ഡിസംബർ 6 സമർപ്പിക്കാൻ നിർദ്ദേശം. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകുന്നത് തടയണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. അന്വേഷണം പൂർത്തിയാക്കുന്നതിനെ എതിർക്കുന്നത് എന്തിനെന്ന് കോടതി ചോദിച്ചു. കുറ്റപത്രം നൽകിയാലും കോടതിയുടെ അധികാരം ഇല്ലാതാകുന്നില്ല. കുറ്റപത്രം നൽകി കഴിഞ്ഞാലും CBI അന്വേഷണത്തിന് ഉത്തരവിടാനാകുമെന്നും സിംഗിൾ ബെഞ്ച് വാദത്തിനിടെ പറഞ്ഞു. ADM നവീൻ ബാബുവിന്റെ കുടുംബത്തോട് പിണറായി സർക്കാരും CPMും ചെയ്തത് കൊടും ചതിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. CPM നാടകം കുടുംബം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ദിവ്യയെയും കലക്ടറെയും സംരക്ഷിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിച്ചത്. CBI അന്വേഷണത്തിന് അനുകൂല തീരുമാനം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും നവീൻ ബാബുവിന്റെ പത്തനംതിട്ട മലയാലപ്പുഴയിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം കെ സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ചതിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും CPMന്റെ നേതൃത്വവും ശ്രീ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് കാണിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ദിവ്യയെയും കലക്ടറെയും സംരക്ഷിക്കുന്ന രീതിയിലാണ് അന്വേഷണങ്ങൾ നടത്തിയത്. എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ തങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാടകമാണ് ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ അരങ്ങേറിയത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണ സംഘത്തിനെതിരെ CPM നേതാവ് മലയാലപ്പുഴ മോഹനൻ. പ്രത്യേക അന്വേഷണം പ്രഹസനം, മൊഴിയെടുപ്പ് കൃത്യമായി ഇല്ല എന്ന് കുടുംബത്തിന് പരാതിയുണ്ട്. പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിന്റെ പങ്കിനെപ്പറ്റി ഇതുവരെ അന്വേഷണം നടന്നിട്ടില്ല. അന്വേഷണ സംഘം കണ്ണൂർ കളക്ടറെയും സംരക്ഷിക്കുന്നുവെന്നും നവീൻ ബാബുവിന്റെ ബന്ധു കൂടിയായ മലയാലപ്പുഴ മോഹനൻ ജനം TVയോട് പറഞ്ഞു. അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും ചോദ്യങ്ങൾ പ്രശ്നമൊന്നുമില്ല. ഒരു ചടങ്ങിന് വേണ്ടി മാത്രമായി ഇവരെ വിളിച്ചിരുത്തി ചോദിച്ചു. ഇവർ പറയുന്ന പല കാര്യങ്ങളും അവർ മൈൻഡ് ചെയ്യുന്നുണ്ടുമില്ല. ഈ മരണത്തിന് അടിസ്ഥാനപരമായി ഉണ്ടായ വിഷയങ്ങളെ സംബന്ധിച്ച് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ ഒരു പ്രഹസനം മാത്രം നടന്നു പോകുന്നു. ഇവിടെ പ്രശാന്തൻ കേസിൽ കക്ഷിയാണ്, അവൻ പ്രതിയല്ല. അവൻ്റെ മൊബൈൽ ഇതുവരെ പോലീസ് വാങ്ങിച്ചിട്ടില്ല, പരിശോധിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ പോകുമ്പം ഈ അന്വേഷണം മുന്നോട്ട് നീണ്ടുപോയാൽ ഒരുപക്ഷെ ബാക്കിയുള്ള തെളിവുകൾ, ഇപ്പോഴുള്ള തെളിവുകൾ ഇനിയും, കാരണം അവിടെ ഒരു CCTV ഒന്നും പരിശോധിച്ചിട്ടില്ല, ഇവരൊന്നും ചോദിച്ചൊന്നും ചെയ്തിട്ടില്ല, യാതൊന്നുമില്ല, ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഇനിയും ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ, ചോദിക്കുമ്പോൾ ബാലൻസ് വല്ല തെളിവുകളുണ്ടെങ്കിൽ അതുകൂടെ നശിക്കുമോ എന്നൊരു സംശയം. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കുടുംബം അവിടെ ആലോചിച്ചിട്ട് ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചത്. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജാ വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈന്ദവ സംഘടനകൾ. ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ മാറ്റിവെച്ചത് അംഗീകരിക്കാനാവാത്തതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധാകരൻ. ഗുരുവായൂർ ദേവസ്വം പിരിച്ചുവിടണം. ദേവസ്വത്തിന്റെ സമ്മർദ്ദത്തിന് തന്ത്രി വഴങ്ങരുത്. സൗജന്യമായി വെർച്വൽ ക്യൂ സംവിധാനം ക്ഷേത്രത്തിൽ നടപ്പിലാക്കണം. ഭക്തജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ദേവസ്വം ബോർഡ് ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. ഏകാദശി ദിവസം നടത്തുന്ന ഉദയാസ്തമന പൂജ എന്തായാലും നടത്തണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വളരെ ശക്തമായ രീതിയിൽ തന്നെ ഈ ആചാര ലംഘനം നടത്തി
ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്ര ചൈതന്യത്തിന്, ഈശ്വര ചൈതന്യത്തിന് ലോപം വരുത്താൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ക്ഷേത്രധ്വംസകരായ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ ഭക്തജന പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും. അതിനുവേണ്ടി മുഴുവൻ ഹിന്ദു സംഘടനകളെയും ഏകോപിപ്പിക്കും. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാന സ്തംഭമായ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്ര സങ്കേതം അത് ഒരു വിവാദ കേന്ദ്രമാകാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കുന്നില്ല. ശരണമെൻ്റെ അയ്യപ്പ. ശരണമെൻ്റെ അയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് GDS സുബാസന അഗർബത്തീസ്. ഇനി ആനന്ദം നിറയട്ടെ ഓരോ ആരംഭത്തിലും. മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. വ്രതശുദ്ധിയുടെ നാളുകളിൽ വീടെങ്ങും ഉയരട്ടെ മകരനക്ഷത്രങ്ങൾ. ആർഷ പ്യൂർ പൂജ പ്രൊഡക്ട്സ്. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ടെൻഡർ ഉപാധികൾ ലംഘിക്കുന്ന കരാറുകാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന ഹൈക്കോടതി. എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് കോടതി നിർദ്ദേശം നൽകിയത്. 18ാം പടിയിൽ നിന്ന് പോലീസുകാർ ഫോട്ടോ എടുത്ത സംഭവത്തിൽ റിപ്പോർട്ട് നാളെ സമർപ്പിക്കുമെന്ന് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായ ADGP അറിയിച്ചു. പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിലെ തിരക്ക് നിയന്ത്രണ വിധേയമെന്ന് ദേവസ്വം ബോർഡും വ്യക്തമാക്കി. അമിത വില ഈടാക്കുകയും മറ്റും ചെയ്ത കടകൾക്കെല്ലാം കൂടി 1,37,000 രൂപ പിഴ ചുമത്തിയെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകി. 18ാം പടിയിലെ ഫോട്ടോഷൂട്ടിൽ പോലീസുകാർക്കെതിരെ നടപടി. 23 പേരെയും തീവ്ര പരിശീലനത്തിന് അയക്കാൻ നിർദ്ദേശം നൽകി ADGP S. ശ്രീജിത്ത്. നടപടി സ്വീകരിച്ചത് സംബന്ധിച്ച റിപ്പോർട്ട് നാളെ ഹൈക്കോടതിക്ക് നൽകും. ശബരിമലയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശം കർശനമാക്കുന്നു. അയ്യപ്പ ഭക്തരോട് ഒരു കാരണവശാലും അപമര്യാദയായി പെരുമാറരുത് എന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ശബരിമല ദർശനത്തിനെത്തുന്നവരെ സ്വാമി എന്ന് തന്നെ വിളിക്കണം. 18ാം പടിയിലെ പോലീസ് ഫോട്ടോഷൂട്ട് വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് മാർഗനിർദ്ദേശം കർക്കശമാക്കുന്നത്. ശബരിമല മണ്ഡലകാലം ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോൾ പോലീസിനെതിരെ തിരക്ക് നിയന്ത്രണങ്ങളിലടക്കം കാര്യമായ പരാതികളൊന്നും ഇക്കുറി ഉയർന്നില്ല. പക്ഷേ ഇതിനിടയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ 18ാം പടിയിലെ ഫോട്ടോഷൂട്ട് വിവാദമായത്. പോലീസിനെതിരെ ഹൈക്കോടതിയും ഭക്തസംഘടനകളും പന്തളം കൊട്ടാരവും രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് മാർഗനിർദ്ദേശങ്ങൾ കർശനമാക്കുന്നത്. മാലയിട്ട് നൊയമ്പെടുത്തു വരുന്ന അയ്യപ്പ ഭക്തരോട് ഒരു കാരണവശാലും പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറരുത് എന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ വടിയെടുക്കാൻ പാടില്ല. ജോലി സമയത്ത് മൊബൈൽ ഫോണിലൂടെയുള്ള സാമൂഹ്യ മാധ്യമ ഉപയോഗവും വിലക്കി. CCTVയിലൂടെ പോലീസുകാരുടെ സേവനം കൃത്യമായി നിരീക്ഷിക്കും. ശബരിമല ദർശനത്തിനെത്തുന്നവരെ സ്വാമി എന്ന് തന്നെ വിളിക്കണം. അയ്യപ്പ ഭക്തരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ആത്മസംയമനം കൈവിടരുതെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ടീം ജനം, സന്നിധാനം. ശബരിമല മാങ്കുണ്ട അയ്യപ്പ നിലയം വൃത്തിഹീനമായ സംഭവത്തിൽ ജനം TV വാർത്തയെ തുടർന്ന് താൽക്കാലിക ജീവനക്കാരെത്തി സ്ഥലം വൃത്തിയാക്കി. നിരവധി ഭക്തരാണ് ഇവിടെ വിരിവയ്ക്കാനും വിശ്രമിക്കാനുമായി എത്തുന്നത്. ചവറ്റുകുട്ടകളും ക്ലോസറ്റുകളും ഉൾപ്പെടെ കൂട്ടിയിട്ടിരുന്നത് ഭക്തരെ ദുരിതത്തിലാക്കിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നോഡൽ ഓഫീസറെ നിയമിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പരാതിക്കാർ നേരിടുന്ന ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും നോഡൽ ഓഫീസറെ അറിയിക്കാമെന്നും കോടതി. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് നേരെ ഭീഷണിയുണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് നോഡൽ ഓഫീസറെ നിയമിക്കുന്നത്. ഹൈന്ദവ സംഘടനകളുടെ പോരാട്ടങ്ങൾക്കും മെട്രോമാൻ E. ശ്രീധരന്റെ ഇടപെടലുകൾക്കും മുന്നിൽ മുട്ടുമടക്കി സർക്കാർ. ത്രിമൂർത്തി സംഗമസ്ഥാനം നിലനിർത്തിയും കേളപ്പജി സ്മാരകം സംരക്ഷിച്ചും ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ തീരുമാനം. സ്ഥലം സന്ദർശിച്ച സംഘം മെട്രോമാനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് തീരുമാനമെടുത്തത്. കേരളത്തിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലെ പാരമ്പര്യ ബലിതർപ്പണം നശിപ്പിക്കുന്ന തരത്തിലായിരുന്നു സർക്കാർ രൂപീകരിച്ച സമിതി പാലത്തിനായി അലൈൻമെന്റ് തയ്യാറാക്കിയത്.
ത്രിമൂർത്തി സംഗമ സ്ഥാനം കൂടിയായ ഇവിടെ ഇത് ഭേദിക്കുന്ന തരത്തിലായിരുന്നു അലൈൻമെന്റ്. കേരള ഗാന്ധി കെ കേളപ്പന്റെ സ്മാരകം കൂടി തകർക്കുന്ന തരത്തിലായിരുന്നു പാലം നിർമ്മാണം വിഭാവനം ചെയ്തത്. എന്നാൽ ഇതിനെതിരെ മെട്രോമാൻ ഇ ശ്രീധരൻ കോടതിയെ സമീപിക്കുകയും പാലം നിർമ്മാണത്തിന് സ്റ്റേ വാങ്ങുകയും ചെയ്തു. പുതിയ അലൈൻമെന്റ് അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചു. 4.20 കോടി രൂപ ലാഭത്തിൽ നിർമ്മിക്കാവുന്ന ഈ അലൈൻമെന്റ് സാംസ്കാരിക പൈതൃകങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളത് കൂടിയായിരുന്നു. അതിന്റെ കോസ്റ്റ് അവര് ഗവൺമെന്റ് ഉണ്ടാക്കിയ കരാർ പ്രകാരം അവർ കരാർ കൊടുത്തു കഴിഞ്ഞു. ആ ബില്ലിന്റെ കരാറ് ഊരാളങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അത് പ്രകാരം അത് 48.8 crores ആണ് എനിക്ക് ഓർമ്മ. അതിൽ നിന്ന് 3.2 crores കുറയും, 4.3 crores കുറയും എൻ്റെ എലമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ. അതേ ബ്രിഡ്ജ് ഡിസൈനൊന്നും മാറ്റാൻ ആവശ്യമില്ല, ഈ ആംഗിളൊന്നും മാറ്റേ വേണ്ടൂ, വേറെ ഇപ്പോൾ ചെയ്ത പണികളൊന്നും വെറുതെ പോകുന്നില്ല, കംപ്ലീറ്റായി സംരക്ഷിക്കപ്പെടും. അവരിതുവരെ എക്വയർ അതേ ലാൻഡ് തന്നെ മതി, അതുകൊണ്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ കുറച്ചുകൂടി ഒരു 15 സെൻറ്റ് ജാസ്തി എടുക്കേണ്ടി വരും. അവിടെ വീടുകളൊന്നുമില്ല, എടുക്കാൻ ഒരു വിഷമവും ഇല്ല. അങ്ങനെയുള്ള സ്ഥിതിക്കാണ് ഞാൻ അത് ആലോചിച്ചിരിക്കുന്നത്. കെ ടി ജലീൽ MLA വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഇതോടെ പൊളിഞ്ഞത്. കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ചു. മെട്രോമാൻ ഇ ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം നൽകിയ അലൈൻമെന്റാണ് കൂടുതൽ അനുയോജ്യമെന്ന് ബോധ്യപ്പെട്ടു. ഹൈന്ദവ പൈതൃകങ്ങൾ ഏറെയുള്ള പദ്ധതി പ്രദേശത്ത് ഇത് തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നേരത്തെ സർക്കാർ അലൈൻമെന്റ് തയ്യാറാക്കിയത്. മതമൗലികവാദ സംഘടനകളുടെ കണ്ണിലെ കരടായിരുന്ന കെ കേളപ്പന്റെ സ്മാരകം തകർക്കുക, തിരുനാവായയിലെ ബലിതർപ്പണ കേന്ദ്രം നശിപ്പിക്കുക എന്ന ലക്ഷ്യങ്ങളായിരുന്നു ഇതിനു പിന്നിൽ. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. ഇടുക്കി മൂന്നാർ ന്യൂനഗർ സ്വദേശിയായ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് ഉദയസൂര്യൻ എന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉദയസൂര്യനെ കൊലപ്പെടുത്തിയത് കഴുത്ത് ഞെരിച്ചെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ ഉദയസൂര്യന്റെ സഹോദരൻ വിഘ്നേശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉദയസൂര്യനെ വീട്ടിലെ മുറിക്കുള്ളിൽ കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നായിരുന്നു ബന്ധുക്കളുടെ മൊഴി. എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തില്ല. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് ഉദയസൂര്യന്റേത് കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. പ്രാഥമിക റിപ്പോർട്ടിൽ കഴുത്തുനിരിച്ചുള്ള കൊലപാതകമെന്നാണ് കണ്ടെത്തൽ. സംഭവം നടന്ന വീടിനടുത്ത് താമസിച്ചിരുന്നത് ഉദയസൂര്യന്റെ മാതാവും സഹോദരനുമാണ്. ഉദയസൂര്യനും സഹോദരൻ വിഘ്നേശ്വരും സ്ഥിരം മദ്യപിച്ച് സംഘർഷമുണ്ടാക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും രാത്രിയിൽ വാക്കുതർക്കം ഉണ്ടായതായാണ് വിവരം. ഇതേ തുടർന്ന് വിഘ്നേശ്വർ ഉദയസൂര്യനെ കഴുത്തുനിരിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. വിഘ്നേശ്വറിനെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഉദയസൂര്യന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുമുണ്ട്. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കസ്റ്റഡിയിലുള്ള സഹോദരൻ വിഘ്നേശ്വർ കുറ്റം സമ്മതിച്ചിട്ടില്ല. ജനം, ഇടുക്കി. കോഴിക്കോട് പേരാമ്പ്രയിൽ ക്ഷേത്ര ഭണ്ഡാര മോഷണ കേസിൽ പ്രതി പിടിയിൽ. നൈറ്റി എന്നറിയപ്പെടുന്ന അബ്ദുള്ളയാണ് പിടിയിലായത്. ചുരിദാർ ധരിച്ച് മുഖം മറച്ചെത്തിയാണ് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പേരാമ്പ്ര ഏരുവട്ടൂരിലെ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. മുണ്ടും ചുരിദാർ ടോപ്പും ധരിച്ച പ്ലാസ്റ്റിക് കവർ കൊണ്ട് പ്രത്യേക രീതിയിൽ മുഖം മറച്ചായിരുന്നു മോഷ്ടാവ് എത്തിയത്. രാത്രി 1 മണിയോടെ ക്ഷേത്ര പരിസരത്തെത്തിയ കള്ളൻ കമ്പിപ്പാര കൊണ്ട് ഏറെ സമയമെടുത്താണ് ഭണ്ഡാരം കുത്തി തുറന്നത്. അല്പം അകലെ ഉണ്ടായിരുന്ന ഭണ്ഡാരവും സമാന രീതിയിൽ കുത്തി തുറന്ന പണം കവർന്നിരുന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തായതോടെ പേരാമ്പ്ര പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. തിരുവള്ളൂർ സ്വദേശി അബ്ദുള്ളയാണ് പിടിയിലായത്. മോഷണത്തിന് പ്രത്യേക വസ്ത്രധാരണം ശീലമാക്കിയത് കൊണ്ടാണ് നൈറ്റി എന്ന പേര് വന്നത്. വടകരയിൽ നിന്നാണ് നൈറ്റിയെ പോലീസ് പിടികൂടിയത്. ദൃശ്യങ്ങളും സമാന രീതിയിൽ നടന്ന മോഷണങ്ങളുമാണ് പ്രതിയെ കുടുക്കിയത്. ചോദ്യം ചെയ്യലിൽ സമാന രീതിയിൽ നടന്ന മോഷണങ്ങൾക്കും തുമ്പുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ജനം, കോഴിക്കോട്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടു കുടുംബം. അതേസമയം യുവതിക്കൊപ്പം ലോഡ്ജിൽ മുറിയെടുത്ത യുവാവ് സനൂഫിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മലപ്പുറം സ്വദേശി ഫസീലയെ ഇന്നലെ ഉച്ചയോടെയാണ് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫസീലയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. മകളുടെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്ന് പിതാവ് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇപ്പോൾ പറയുന്നേക്കേണ്ട ജോലിക്കായിട്ട് പോകുന്നതാണെന്ന്. അപ്പോൾ ഇതെങ്ങനെ മരണപ്പെട്ടു, എന്താണ് ഇങ്ങനെ ലോഡ്ജിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടുകൊണ്ടെന്നുള്ള പേരാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ കേസ് അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാം അറിയണം.
അതിൻ്റെ പിന്നിൽ എന്താണെന്നല്ല അറിയണം. നമുക്ക് ആരും സംശയമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ജോലിക്ക് പോകണമല്ലേ. ഇതിപ്പോൾ ഇന്ന് എൻ്റെ മകൾക്ക് സംഭവിച്ചു, നാളെ വേറൊരുത്തൻ്റെ മകൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ഫസീലയുടേത് ആത്മഹത്യയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം ഫസീലയ്ക്കൊപ്പം ലോഡ്ജിൽ മുറിയെടുത്ത യുവാവ് സനൂഫിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സനൂഫ് സഞ്ചരിച്ച കാർ ഉപേക്ഷിച്ച നിലയിൽ പാലക്കാട് നിന്ന് കണ്ടെത്തിയിരുന്നു. സനൂഫിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ജനം, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ മാലിന്യ ശേഖരണത്തിനായി വാങ്ങിയ ഇലക്ട്രിക് ഓട്ടോകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. രജിസ്ട്രേഷൻ നടപടികൾ വൈകുന്നതാണ് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഈ കാർട്ടുകൾ 4 മാസത്തോളമായി ടാഗോർ ഹാൾ വളപ്പിൽ പൊടി പിടിച്ചു കിടക്കുകയാണ്. റോഡുകളും പാതയോരങ്ങളും അടിച്ചുവാരുമ്പോൾ കിട്ടുന്ന മാലിന്യം ശേഖരിക്കാനും കൊണ്ടുപോകാനുമാണ് കോർപ്പറേഷൻ ലക്ഷങ്ങൾ മുതൽ മുടക്കി ഈ കാർട്ടുകൾ വാങ്ങിയത്. ഇപ്പോൾ ശുചീകരണ തൊഴിലാളികൾ കൈവണ്ടിയിലാണ് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത്. മാലിന്യ ശേഖരണവും സംസ്കരണവും വേഗത്തിലാക്കാൻ വാങ്ങിയ 60 വാഹനങ്ങളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. കേരളത്തിന് പുറത്തു നിന്നാണ് വാഹനങ്ങൾ എത്തിച്ചത്. ഓടിക്കാൻ അറിയുന്ന ഡ്രൈവർമാരെ കിട്ടാനില്ല എന്നാണ് അധികൃതർ ആദ്യം പറഞ്ഞിരുന്നത്. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായാൽ ഉടൻ നിരത്തിലിറക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് പൂർണ്ണമായും ദീർഘവീക്ഷണമില്ലാതെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. പലപ്പോഴും നമ്മൾ കൗൺസിലിനകത്ത് ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്ത് ഇത്തരത്തിലുണ്ടാകുന്ന നടപടികൾ മൂലം നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന പണത്തിന്റെ ലഭ്യത കുറയും, വാങ്ങിച്ച സാധനങ്ങൾ കേടാവുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെ കോർപ്പറേഷന്റെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയാണ് വിളിച്ചോതുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ വിഷയത്തിനകത്ത് BJP മുമ്പും പ്രതികരിച്ചിട്ടാണ്. അതിശക്തമായ പ്രതികരണം വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിലുണ്ടാവും. അധികൃതരുടെ അനാസ്ഥയാണ് ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങിയ വാഹനങ്ങൾ നശിക്കാൻ കാരണമെന്നാണ് വിമർശനം. ഹരിതസേനയ്ക്കായി വാങ്ങിയ വാഹനങ്ങളുടെ ഗതി ഇതിനുണ്ടാകുമോ എന്ന വിമർശനവും ഉയരുകയാണ്. ഓടിക്കാൻ ആൾക്കാരെ കിട്ടാതിരുന്നതിനാൽ അജൈവ മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ വാങ്ങിയ വാഹനങ്ങളും മാസങ്ങളോളം വിശ്രമത്തിലായിരുന്നു. ഈ കാർട്ടുകൾ ഓടിത്തുടങ്ങാൻ ആവശ്യമായ നടപടികൾ കോർപ്പറേഷൻ അധികൃതർ ഉടൻ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്. പത്തനംതിട്ടയിലെ +2 വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ തുടർ നടപടികളിലേക്ക് പോലീസ്. സഹപാഠിയുടെ രക്തസാമ്പിൾ പരിശോധിക്കും. കുട്ടിയുടെ പിതൃത്വം തെളിയുന്ന പക്ഷം അറസ്റ്റുണ്ടാകും. പനി ബാധിച്ചു മരിച്ച കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് ഗർഭിണിയെന്ന് കണ്ടെത്തിയത്. വീട്ടുകാരുടെയും സ്കൂൾ അധികൃതരുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും. മിഥുൻ മുരളി വിവരങ്ങൾ നൽകും. മിഥുൻ, എന്താണ് വിശദാംശങ്ങൾ? വീണ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സംശയിക്കുന്നത് പെൺകുട്ടിയുടെ സഹപാഠിയായിട്ടുള്ള ഒരാളുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നു എന്നുള്ളതാണ്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം. ഈ സഹപാഠിയുടെ രക്തസാമ്പിളുകൾ പോലീസ് ശേഖരിക്കും. ഗർഭസ്ഥ ശിശുവിന്റെ DNA സാമ്പിളുകൾ പോലീസ് ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. കൃത്യമായ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കേസിൽ ഇനി നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഗർഭസ്ഥ ശിശുവിന്റെ DNA സാമ്പിളുകൾ പരിശോധിച്ചത്. ഇനി സഹപാഠിയുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ച് ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും തുടർ നടപടികളും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും ഉണ്ടാവുക. ഗർഭസ്ഥ ശിശുവിന്റെ പിതൃത്വം തെളിയിക്കുന്ന പക്ഷമായിരിക്കും ഇനി ഈ കൂടുതൽ നടപടികളിലേക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം പോലീസിനെ കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട വീട്ടുകാരുടെയും സ്കൂൾ അധികൃതരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. പെൺകുട്ടി ഗർഭം വികസിപ്പിക്കാൻ വേണ്ടി കൂടുതൽ മരുന്നുകൾ കഴിച്ചിരുന്നു എന്നുള്ള കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന്. ഇത് ആരുടെയെങ്കിലും പ്രേരണ മൂലമാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനകളാണ് ഇനി നടക്കാനിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ 17-കാരി മരിച്ചത്. പനി ബാധിച്ചായിരുന്നു ആദ്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കും പെൺകുട്ടിയെ പ്രവേശിപ്പിച്ചത്. മരണത്തിന് ശേഷം ചില അസ്വാഭാവികതകൾ തോന്നി പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് പെൺകുട്ടി 5 മാസം ഗർഭിണിയാണെന്നുള്ള വിവരം കണ്ടെത്തിയത്. മിഥുൻ, അതേസമയം വീട്ടുകാരുടെ മൊഴിയെടുത്തതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടോ? ഈ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വീണ, ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് തുടർ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി മാത്രമായിരിക്കും. ഇത് സംബന്ധിച്ച് ഈ പെൺകുട്ടി മരുന്ന് കഴിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സഹപാഠിയുമായി ബന്ധപ്പെട്ടുള്ള സഹപാഠി പ്രേരിപ്പിച്ചിട്ടാണോ മരുന്ന് കൂടുതലായി കഴിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത വരികയുള്ളൂ. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ശാസ്ത്രീയ പരിശോധന കൃത്യമായി നടക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും പോക്സോ വകുപ്പ് പ്രകാരം ഈ പെൺകുട്ടിയുടെ സഹപാഠിയായിട്ടുള്ള ആൾക്കെതിരെ അറസ്റ്റ് ചെയ്ത്
കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനും സാധിക്കുകയുള്ളൂ. 17 വയസ്സുള്ളവരാണ് രണ്ടുപേരും. അതിനാൽ ശാസ്ത്രീയ പരിശോധന ഈ കേസിൽ നിർണായകമാണ്. അത് നടപ്പിലാക്കിയാൽ മാത്രമുള്ളൂ, ഈ ശാസ്ത്രീയ പരിശോധന ഫലം കൃത്യമായി തന്നെ ലഭിച്ചാൽ മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് ആയാൽ മാത്രമേ ഉള്ളൂ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസിന് കടക്കാൻ സാധിക്കുകയുള്ളൂ. ശരി മിഥുൻ. നാഷണൽ പോലീസ് മീറ്റിൽ മെഡൽ തിളക്കത്തിന്റെ സന്തോഷത്തിലാണ് ഇടുക്കി പാറത്തോട് സ്വദേശിനി അനുമോൾ തമ്പി. ഡൽഹിയിൽ നടന്ന മീറ്റിൽ 1500 മീറ്റർ ഓട്ടത്തിൽ സ്വർണവും 4x400 റിലേയിൽ വെങ്കലവും നേടിയായിരുന്നു അനുവിന്റെ വിജയക്കുതിപ്പ്. US നടക്കാനിരിക്കുന്ന വേൾഡ് പോലീസ് മീറ്റിൽ വിജയക്കുതിപ്പ് തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഹൈറേഞ്ചുകാരി. കേരള ആംഡ് പോലീസ് ബറ്റാലിയനിൽ എറണാകുളത്ത് ഹവിൽദാറാണ് ഇടുക്കി പാറത്തോട് സ്വദേശിനിയായ അനുമോൾ തമ്പി. 2 വർഷങ്ങൾക്ക് മുമ്പാണ് പോലീസ് സേനയുടെ ഭാഗമായത്. ജോലിക്കായി വഴി തുറന്നതാകട്ടെ ചെറുപ്പകാലം മുതൽ കമ്പം തോന്നിയ സ്പോർട്സും കായിക മത്സരങ്ങളും. കലാലയ ജീവിതത്തിൽ ആരംഭിച്ച കായിക ലോകത്തെ വിജയക്കുതിപ്പ് അനുമോൾ ഇപ്പോഴും തുടരുന്നു. ഡൽഹിയിൽ ഇത്തവണ നടന്ന നാഷണൽ പോലീസ് മീറ്റിൽ 2 മെഡലുകൾ കരസ്ഥമാക്കിയതിന്റെ സന്തോഷത്തിലാണ് കളത്തിൽ തമ്പി ഷൈനി ദമ്പതികളുടെ മകൾ കൂടിയായ ഈ പാറത്തോടുകാരി. ഡൽഹി വെച്ച് നടന്ന ഓൾ ഇന്ത്യ പോലീസ് മീറ്റിൽ 1500 മീറ്റർ ഗോൾഡ് വന്നു, പിന്നെ 4x400 മീറ്ററിലെ വെങ്കലം വന്നു. എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ചെയ്തത്. പിന്നെ ജോയി സാർ എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. സായിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്, ട്രിവാൻഡ്രം സായിൽ. പിന്നെ ഞാൻ കേരള പോലീസിൽ എറണാകുളത്തെ ഫസ്റ്റ് ബറ്റാലിയനിലെ ഹവിൽദാറാണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ല സപ്പോർട്ടുണ്ട്. ഇനി വേൾഡ് പോലീസ് മീറ്റ് ഉണ്ട്, അത് USA വെച്ചിട്ടാണ് ജനുവരി ആ ടൈമിലായിട്ടാണ് നടക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇനി. അനുമോൾ ട്രാക്കിൽ ഇതിനോടകം കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയുണ്ട്. സ്കൂൾ മീറ്റിൽ ദേശീയ റെക്കോർഡിന് ഉടമയായിരുന്നു ഈ വനിതാ പോലീസ്. പാറത്തോട്ടിലും കോതമംഗലത്തും ചങ്ങനാശ്ശേരിയിലുമായിട്ടാണ് അനുമോൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഹൈറേഞ്ചിന്റെ പരിമിതികളിൽ നിന്നും അനുമോൾ ഓടിക്കേറിയത് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലേക്കായിരുന്നു. 2015 ദോഹയിൽ നടന്ന യൂത്ത് ഏഷ്യൻ മീറ്റിൽ നിന്നും അനുമോൾ മടങ്ങിയത് വെങ്കല മെഡലിന്റെ തിളക്കത്തോടെയാണ്. 2014 തുർക്കിയിൽ നടന്ന ലോക സ്കൂൾ മീറ്റിലും അനു സാന്നിധ്യം അറിയിച്ചു. പഠനകാലത്ത് കോതമംഗലം മാർബേസൽ സ്കൂളിൽ എത്തപ്പെട്ടതോടെ അനുവിന്റെ കായിക സ്വപ്നങ്ങൾക്ക് വേഗതയേറി. അധ്യാപിക ഷിബി മാത്യുവിന്റെ പരിശീലനവും അനുവിന്റെ കഠിനാധ്വാനവും കൂടിയായതോടെ ട്രാക്കിൽ നേട്ടങ്ങൾ ഓരോന്നായി അനു ഓടിയെടുത്തു. തിരുവനന്തപുരം സായിയിലാണ് നിലവിൽ അനുവിന്റെ പരിശീലനം. പരിശീലകൻ ജോയി ജോസഫിന്റെ നിർദ്ദേശങ്ങൾ വിജയത്തിളക്കത്തിന് കരുത്താകുന്നു. വൈകാതെ US നടക്കാനിരിക്കുന്ന വേൾഡ് പോലീസ് മീറ്റിൽ വിജയക്കുതിപ്പ് തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഹൈറേഞ്ചുകാരി. ജനം, ഇടുക്കി. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് 25ാമത് വാർഷിക ജനറൽ ബോഡി യോഗം ഈ മാസം 29, 30, ഡിസംബർ 1 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. പൂർവ്വ സൈനിക് സേവാ പരിഷത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ആദ്യമായാണ് ദക്ഷിണേന്ത്യയിൽ വെച്ച് നടക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പൂർവ്വ സൈനികരാണ് വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ ഭാഗമാകുക. വിരമിച്ച സൈനികരുടെ ക്ഷേമവും സാമൂഹിക പ്രതിബദ്ധതയും ലക്ഷ്യമാക്കിയാണ് പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ പ്രവർത്തനം. ഓരോ വർഷവും നിരവധിയായ സേവന പ്രവർത്തനങ്ങളാണ് സംഘടന ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. ഇത് കൂടുതൽ വിപുലമാക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തവണത്തെ യോഗത്തിനുള്ളത്. പൂർവ്വ സൈനികരുടെ ധാരാളം സംഘടന ഉണ്ടെങ്കിലും ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അംഗീകാരം ലഭിച്ച വളരെ ചുരുക്കം സംഘടനയിൽ ഒന്നാണ് നമ്മുടെ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത്. എല്ലാ വർഷവും സംഘടനയിൽ നടക്കുന്നത് പോലെ വാർഷിക സമ്മേളനം നടക്കാറുണ്ട്. കഴിഞ്ഞ വർഷം അത് ജയ്പൂരിലായിരുന്നു, അതിനു മുന്നേ ലക്നൌവിലായിരുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടന വാർഷിക സമ്മേളനം നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇത്രയും വിശാലമായ ഒരു സമ്മേളനം നടക്കുന്നത് ആദ്യമായിട്ടാണ്. മാത്രമല്ല, സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമുള്ള 25ാം വർഷം എന്ന ഒരു പ്രാധാന്യവും ഈ സമ്മേളനത്തിലുണ്ട്. രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത നിരവധിയായ സൈനികരുള്ള ഒരു മണ്ണാണ് കണ്ണൂർ. ആ കണ്ണൂരിൽ വെച്ച് നടക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി, അതിൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടി കണ്ണൂരിലെ ജനങ്ങൾ തന്നെ അതിനെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുകയാണെങ്കിൽ ഈ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇതിൻ്റെ സംഘാടക സമിതി ഉള്ളത്.
1999 ന്യൂഡൽഹിയിലാണ് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും അംഗീകാരമുള്ള ചുരുക്കം ചില സംഘടനകളിൽ ഒന്നാണ് പൂർവ്വ സൈനിക് സേവാ പരിഷത്ത്. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംഘടനയ്ക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. ജനം, കണ്ണൂർ. കോഴിക്കോട് വടകര ഓർക്കാട്ടേരിയിൽ ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി ശൗചാലയം പണിയാൻ പഞ്ചായത്തിന്റെ ഗൂഢനീക്കം. RMPയുടെ പിന്തുണയോടെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിനെതിരെ ഭക്തജന പ്രതിഷേധം ഇരമ്പുന്നു. ഒരു കാരണവശാലും പഞ്ചായത്തിന്റെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന ഭക്തജനങ്ങൾ. വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയരുന്നത്. വടകര ഓർക്കാട്ടേരിയിൽ ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി ശൗചാലയം പണിയാനാണ് RMP പിന്തുണയോടെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ നീക്കം. 2023 പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കയ്യേറ്റ ശ്രമം ആദ്യമുണ്ടാകുന്നത്. ഭക്തജനങ്ങൾ ഇടപെട്ട് കയ്യേറ്റം തടഞ്ഞിരുന്നു. അപ്പോഴേക്കും അന്നത്തെ ഭരണസമിതിയുടെ ഒത്താശയോടെ ക്ഷേത്രത്തിന്റെ ഭൂമി വ്യാജരേഖകൾ ചമച്ച് പഞ്ചായത്ത് സ്വന്തമാക്കിയിരുന്നു. ഭൂമി ആസ്തി രജിസ്റ്ററിൽ ചേർത്ത് സർക്കാർ ഭൂമിയാണെന്ന് വരുത്തി തീർത്തിരുന്നു. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടക്കമുള്ള രേഖകൾ ഹാജരാക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഭക്തർ നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട്ടെ ആർക്കൈവിൽ നിന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ലഭിച്ചു. സ്ഥലം ഓർക്കാട്ടേരി ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പരമ്പരാഗതമായി വർഷങ്ങളായി ക്ഷേത്രത്തിന്റെ സ്വത്തായിട്ടുള്ള ഈ കച്ചേരി മൈതാനം 2014 കൃത്രിമ രേഖ ഉണ്ടാക്കിക്കൊണ്ടാണ് പഞ്ചായത്തിന്റെ ആസ്തിയായിട്ട് രേഖപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്. ആ ആസ്തി രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് ബേസായിട്ട് വേണ്ട, അടിസ്ഥാനമായിട്ട് വേണ്ട യാതൊരുവിധ രേഖയും പഞ്ചായത്തിൻ്റെ കയ്യിലില്ല. മാത്രമല്ല ഈ ആസ്തി രേഖയ്ക്ക് ഒരു സർവേ നമ്പർ പോലും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തെറ്റായിട്ടുള്ള കയ്യേറ്റ നീക്കത്തിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ ഉടൻ ആ നീക്കത്തിൽ നിന്ന് പിന്മാറണം. എന്നാൽ ഏതു വിധേനയും ക്ഷേത്രഭൂമി കയ്യേറാനുള്ള ശ്രമമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. പഞ്ചായത്തിന് കീഴിൽ ഒഴിഞ്ഞുകിടക്കുന്ന മറ്റനവധി സ്ഥലങ്ങൾ ഉണ്ടായിട്ടും ക്ഷേത്രഭൂമിയിൽ തന്നെ ശൗചാലയം പണിയണമെന്ന വാശിക്ക് പിന്നിൽ മറ്റു പലരുമുണ്ടെന്ന് ഭക്തജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ക്ഷേത്രഭൂമി നേടിയെടുക്കാൻ ലക്ഷദ്വീപ സമർപ്പണമടക്കം ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. നിലവിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭക്തജനങ്ങൾ. ജനം, കോഴിക്കോട്. പി ശശി നൽകിയ പരാതിയിൽ PV അൻവറിന് കോടതി നോട്ടീസ്. ഡിസംബർ 20 തലശ്ശേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണം. നേരിട്ട് ഹാജരാകാനാണ് അൻവറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വിവരങ്ങൾ. ക്രിമിനൽ അപകീർത്തി കേസിലാണ് പി ശശി നൽകിയ പരാതിയിൽ PV അൻവറിന് കോടതി നോട്ടീസ് അയച്ചത്. ഡിസംബർ 20 തലശ്ശേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. വിവിധ സമയങ്ങളിലായി പി ശശിക്കെതിരെ അൻവർ 16 ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആരോപണങ്ങൾക്കെതിരെ പി ശശി നിയമ നടപടി സ്വീകരിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 3 അൻവറിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നായിരുന്നു പി ശശിയുടെ ആവശ്യം. നോട്ടീസിന് അൻവർ മറുപടി നൽകാത്ത സാഹചര്യത്തിൽ ക്രിമിനൽ അപകീർത്തി കേസ് നൽകുകയായിരുന്നു. ഇതിലാണ് അൻവറിനോട് നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ശരി മിഥുൻ. ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ നടപ്പായി. ശത്രുതയ്ക്ക് ശാശ്വത പരിഹാരമായതായി വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയ ജോ ബൈഡൻ പറഞ്ഞു. 60 ദിവസത്തേക്കാണ് പ്രാഥമിക വെടിനിർത്തൽ ധാരണ. ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിഖാതിയും ബെഞ്ചമിൻ നെതന്യാഹുവുമായും ബൈഡൻ ഫോണിൽ സംസാരിച്ചു. വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതായി 2 നേതാക്കളും ബൈഡനെ അറിയിച്ചു. തുടർന്നാണ് വെടിനിർത്തൽ നടപ്പിലായതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചത്. For nearly 14 months, a deadly conflict raged across the border that separates Israel and Lebanon. A conflict that began the day after the October 7 attack by Hamas on Israel. Hours later, at 2 a.m. in the morning, Hezbollah and other terrorist organizations backed by Iran attacked Israel in support of Hamas. Let's be clear, Israel did not launch this war. The Lebanese people did not seek that war either, nor did the United States. 13 മാസമായി തുടരുന്ന സംഘർഷങ്ങൾക്ക് ശേഷം പശ്ചിമേഷ്യ ശാന്തിയിലേക്ക് നീങ്ങുകയാണ്. കരാർ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 60 ദിവസത്തേക്കാണ് പ്രാഥമിക വെടിനിർത്തൽ ധാരണ.
സേനാ പിന്മാറ്റവും അതിർത്തി നിർണയവും നിരീക്ഷണവും യാഥാർത്ഥ്യമാകുന്നതോടെ ശാശ്വത സമാധാനത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു എന്ന് പ്രഖ്യാപിച്ച് കവി കെ സച്ചിദാനന്ദൻ. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പൊതുവേദികളിൽ സജീവമാകാനില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ തുടർച്ചയായാണ് വിവിധ പദവികൾ ഒഴിയുന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് കാര്യം അറിയിച്ചത്. തൃശൂർ കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ പട്ടികജാതി വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതി നിഷേധിക്കുന്നതായി പരാതി. പട്ടികജാതി സംവരണത്തിലൂടെ BHRM കോഴ്സിന്റെ നടപടികൾ പൂർത്തീകരിച്ച് പ്രവേശനം നേടിയ 1ാം വർഷ വിദ്യാർത്ഥി നന്ദു ഹരിദാസിനെയാണ് പരീക്ഷ എഴുതാൻ അനുവദിക്കാത്തത്. സംഭവത്തിൽ പരാതി സ്വീകരിക്കാൻ പോലും കോളേജ് പ്രിൻസിപ്പൽ തയ്യാറാവുന്നില്ലെന്നും ആരോപണമുണ്ട്. നിയമാനുസൃതമായി ഫീസ് അടയ്ക്കുകയും ക്ലാസ്സിലിരിക്കുകയും അധ്യയനം തുടരുകയും ചെയ്ത വിദ്യാർത്ഥിയോടാണ് കോളേജിന്റെ ഇത്തരത്തിലുള്ള നടപടിയെന്നാണ് ആരോപണം. യൂണിവേഴ്സിറ്റി നന്ദുവിന്റെ പ്രവേശനം അംഗീകരിച്ച് ഹാൾ ടിക്കറ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന 1ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് നന്ദു ഹരിദാസിനോട് കോളേജിലേക്ക് പ്രവേശിക്കരുതെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞുവെന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ സെം എക്സാം നടക്കുന്ന സാഹചര്യത്തിൽ എക്സാമിൻ്റെ തലേ ദിവസം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തു നിന്നും ഈ കോളേജിൽ പ്രവേശിക്കരുതെന്നും എക്സാമിൽ പങ്കെടുക്കരുതെന്നും ആണ് എനിക്ക് അവസാനമായി കിട്ടിയ അറിയിപ്പ്. യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് എല്ലാ ഫീസും അടച്ചിട്ടാണ് ഞാൻ ഈ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ എക്സാമിൻ്റെ സമയമാകുമ്പോൾ യാതൊരു മുന്നറിയിപ്പും കൂടാതാണ് എന്നോട് ഇവിടുന്ന് പുറത്തു പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തു നിന്ന്. ഇതിനെന്തായാലും ഞാൻ നിയമപരമായിട്ട് നേരിടും. സംസ്ഥാന SC/ST കമ്മീഷന് ഞാനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിനും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും ഗവർണർക്കും വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ട്. കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടി പിൻവലിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരങ്ങളിലേക്ക് കടക്കാനാണ് ABVP അടക്കമുള്ള സംഘടനകളുടെ തീരുമാനം. ജനം, തൃശൂർ. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 71 വയസ്സുകാരന് ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി. അർത്തുങ്കൽ സ്വദേശി സെബാസ്റ്റ്യനാണ് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്തതിനാൽ കോമ അവസ്ഥയിലായത്. അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നും എന്നാൽ വണ്ടാനത്ത് ICU ഒഴിവില്ല എന്നുമാണ് ആശുപത്രി അധികൃതർ അറിയിച്ചതെന്നും സെബാസ്റ്റ്യന്റെ കുടുംബം പറയുന്നു. ചേർത്തല അർത്തുങ്കൽ സ്വദേശി സെബാസ്റ്റ്യനെ തലവേദനയെ തുടർന്ന് ഇന്നലെ രാവിലെ 7 മണിയോടെയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 8 മണിയോടെ ജൂനിയർ ഡോക്ടർമാർ എത്തി പരിശോധിച്ച് ഡ്രിപ്പും ഗുളികയും നൽകി. അതോടെ സെബാസ്റ്റ്യൻ കുഴഞ്ഞു വീണു. വീട്ടുകാർ ബഹളം വെച്ചതോടെ ഉച്ചയ്ക്ക് CT സ്കാൻ ചെയ്തു. തലയിലെ ഞരമ്പ് പൊട്ടിയതായും ഉടൻ ശസ്ത്രക്രിയ നടത്തണമെന്നും അറിയിച്ചു. എന്നാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICU സൗകര്യമില്ലാത്തതിനാൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാനും നിർദ്ദേശിച്ചതായി സെബാസ്റ്റ്യന്റെ മകൻ വിനോദ് പറയുന്നു. രാവിലെ അച്ഛനെ കൊണ്ടുവന്നു അഡ്മിറ്റ് ആക്കുന്നു. അതിനുശേഷം എക്സ്റേ എടുത്തില്ല, CT സ്കാൻ എടുക്കുന്നു. CT സ്കാൻ എടുത്തതിന് ശേഷം കൊണ്ടുവന്ന് 12 രൂപയുടെ CT സ്കാൻ റിസൾട്ട് കാണിക്കാൻ നേരത്തെ അവർ പറയുന്നത് വെയിൻ പൊട്ടിയിട്ടുണ്ട്, BP ബ്ലഡ് പ്രഷർ കൊണ്ടാണ്, അത് നമുക്ക് സർജറി ചെയ്യാം, അങ്ങനെ കാര്യമെല്ലാം പറഞ്ഞു. അവസാനം കുറേ കഴിഞ്ഞ് ഓരോരുത്തർ വന്ന് മറിച്ച് പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ് ഇവിടെ ICU ബെഡില്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നേരെ കോട്ടയം പോകാമെന്ന് ആദ്യം പറയും. കോട്ടയത്തേക്ക് വിളിച്ചു വിട്ടിട്ട് അവിടെ ICU ബെഡില്ല. അതിന് ICU സൗകര്യമുള്ള ആംബുലൻസ് ഇല്ല. അവർ വിളിച്ചു വെച്ചപ്പോൾ അത് ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ അതും അവർ പറഞ്ഞ അവിടെ ICU ഇല്ല. ഇപ്പോൾ വീണ്ടും അച്ഛൻ കോമ സ്റ്റേജ് പോലെ ഇത്രയും നേരം വെന്റിലേറ്റർ അവസ്ഥയിൽ കിടക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല. കോമ അവസ്ഥയിലായ സെബാസ്റ്റ്യനെ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും അല്ലെങ്കിൽ വാർഡിലേക്ക് മാറ്റുമെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് മികച്ച ചികിത്സാ സൗകര്യമെന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലാണ് പാവപ്പെട്ട ഗൃഹനാഥന് ഈ അവസ്ഥ. ജനം, ആലപ്പുഴ. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ തുടർ നടപടികളിൽ നിയമോപദേശം തേടാൻ പോലീസ്. അതിനുശേഷമാകും പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുക. മകൾക്ക് ക്രൂരമർദ്ദനമേറ്റെന്നും സമ്മർദ്ദം മൂലമാണ് ആദ്യത്തെ പരാതിയിൽ നിന്ന് പിൻവാങ്ങിയതെന്നുമാണ് യുവതിയുടെ പിതാവിന്റെ പ്രതികരണം. പന്തീരങ്കാവ് ഗാർഹിക പീഡന പരാതിയിൽ വീണ്ടും കേസെടുത്തതിന് പിന്നാലെയാണ് പ്രതികരണവുമായി പറവൂർ സ്വദേശിയായ യുവതിയുടെ അച്ഛൻ തന്നെ രംഗത്ത് വന്നത്. മകൾക്ക് ക്രൂരമർദ്ദനമേറ്റതായും മകളെ ഫോണിൽ വിളിക്കാനും സംസാരിക്കാനും രാഹുൽ സമ്മതിച്ചില്ലെന്നും പിതാവ് പറഞ്ഞു. മുൻപ് നൽകിയ ഗാർഹിക പീഡന പരാതി പിൻവലിച്ചത് രാഹുലിന്റെ സമ്മർദ്ദം മൂലമായിരുന്നെന്നും പിതാവ് ചൂണ്ടിക്കാട്ടി. അവനായിട്ട് ഒരുമിച്ച് പോകാനായിട്ട് തയ്യാറല്ല. അപ്പം ഞാനത് വീണ്ടും എടുത്ത് ചോദിച്ചു. കാരണം
ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒരു മൊഴി മാറ്റേണ്ടി വന്ന കക്ഷിയാണ്. അപ്പോൾ അത് അങ്ങനെ ഇനി സംഭവിച്ചാൽ സമൂഹത്തിൽ അത് മോശപ്പേരാകും. അതുകൊണ്ട് നീ ഉറച്ച തീരുമാനം പറയാൻ പറഞ്ഞു. അങ്ങനെ ഉറച്ച തീരുമാനം തന്നെയാണ്, ഇതിൽ മാറ്റില്ല. കാരണം എനിക്ക് എൻ്റെ ജീവനാണ് വലുത്. രാഹുലിനെ കൂടാതെ ഉപദ്രവിച്ചിട്ടില്ല, പക്ഷേ അതിനെല്ലാറ്റിനും സപ്പോർട്ട് നിന്നിട്ടുണ്ട് ഒരു കുടുംബക്കാർ, പ്രത്യേകിച്ച് അമ്മ സപ്പോർട്ട് നിന്നിട്ടുണ്ട്. കാരണം അമ്മ ഒരു പ്രധാന കക്ഷി തന്നെയാണ്. വീണ്ടും ഇങ്ങനെ ഉണ്ടായ സ്ഥിതിക്ക് ഇനി അത് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതേസമയം കേസിൽ തുടർ നടപടികൾക്കായി നിയമോപദേശം തേടിയിരിക്കുകയാണ് അന്വേഷണ സംഘം. മുൻപ് യുവതി നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ മൊഴിമാറ്റിയ സാഹചര്യം കണക്കിലെടുത്താണ് അന്വേഷണ സംഘം നിയമോപദേശം തേടിയിരിക്കുന്നത്. നിലവിൽ കേസിലെ പ്രതി രാഹുലിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നിയമോപദേശം കിട്ടിയതിനു ശേഷമായിരിക്കും രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതടക്കമുള്ള തുടർ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുക. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതിയും രക്ഷിതാക്കളും പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി നേരിട്ട് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തോടൊപ്പം കൊലപാതക ശ്രമത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജനം, കോഴിക്കോട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ BJPയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ചില മാധ്യമങ്ങൾ BJPക്കെതിരെ നിരന്തരം കള്ളവാർത്തകൾ ചമയ്ക്കുകയാണ്. ഇത് പാർട്ടി വേണ്ട വിധം കൈകാര്യം ചെയ്യുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ, പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ എത്തുന്ന രോഗികൾ ഭക്ഷണത്തിനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്ന ജനം TV വാർത്തയിൽ ഇടപെടൽ. RCCയിൽ സൗജന്യമായി ആഹാരവും മരുന്നുകളും ലഭ്യമാകുന്ന കൗണ്ടറുകൾ പ്രവർത്തനം ആരംഭിച്ചു. RCCയിലെ ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയതടക്കം ജനം TV വാർത്ത നൽകിയിരുന്നു. പതിനൊന്ന് മണി തൊട്ട് ക്യൂവിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഇതുവരെ ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇവിടെ വന്ന ഒത്തിരി ചെലവുകൾക്കിടയിൽ നമുക്ക് ഭക്ഷണം കിട്ടുന്ന വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഇപ്പൊ ഇത്ര 1 മണി കഴിഞ്ഞു, പക്ഷേ നമുക്ക് ഭക്ഷണം കിട്ടാൻ വളരെ പ്രയാസമാണ്. 2022 തൊട്ടേ ഈ RCCയിൽ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ഒരാളാണ്. അന്നൊക്കെ നമുക്ക് പറയുന്നത് എന്താ പറയാ, ക്യാൻറ്റീൻ ഉണ്ട്, അന്നേരം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. ഇപ്പോൾ ക്യാൻറ്റീൻ വലിയ ഇതായിട്ടില്ല. അതായത് നമ്മൾ അതിന്റെ ഉള്ളിൽ തന്നെ പോലീസുകാർ വിൽക്കുന്നുണ്ട്, അതും ഭയങ്കര ക്യൂ ആയിട്ടാണ് വിൽക്കണേ. പിന്നെ നമുക്ക് ഇവിടെ പോലീസുകാരുടെ നമ്മൾ നിൽക്കണ വെയിറ്റിംഗ് റൂമിലും ഉണ്ട്, അതും പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഫുഡും. ഇപ്പൊ ഒരു ചായക്ക് തന്നെ 11 രൂപ, അങ്ങനെയൊക്കെയാണ് റേറ്റ്. ഫുഡ് വരുന്നുണ്ട്, പക്ഷെ ഇവിടെ ക്യൂ പാലിസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ മിക്ക വണ്ടി ഇവിടെ നിർത്താതെ തിരിച്ചു. ഇന്ന് 2 വണ്ടി വന്നത്, 2ഉം പാർക്ക് ചെയ്യാതെ നേരെ ഫ്രണ്ടിലോട്ടാണ് പോയത്. തിരുവനന്തപുരം RCCയിൽ ഭക്ഷണ സൗകര്യമില്ലാതെ രോഗികളും കൂട്ടിരിപ്പുകാരും പൊറുതിമുട്ടിയ സാഹചര്യത്തിലെ പ്രതികരണങ്ങളാണിവ. ആഴ്ചകളായി RCCയിലെ ക്യാൻറ്റീൻ അടച്ചിട്ടത് രോഗികളെ വലച്ചിരുന്നു. ജനം TVയുടെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ. RCCയിൽ ഫ്രീ ഡ്രഗ് ഫുഡ് ബാങ്ക് കൗണ്ടറുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഫ്രീ ഡ്രഗ് ബാങ്കിന്റെ കൗണ്ടർ പേഷ്യന്റ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്കിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. കീമോതെറാപ്പി മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ, ഡിസ്പോസിബിൾ സപ്പോർട്ടീവ് മരുന്നുകൾ എന്നിവ സൗജന്യമായി ലഭ്യമാക്കും. ആഹാരവും സൗജന്യമായി നൽകും. മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ 11 മണി മുതൽ ഉച്ചഭക്ഷണത്തിനായി കാത്തു നിൽക്കേണ്ട രോഗികളുടെ ഗതികേടിനാണ് ഇതോടെ പരിഹാരമായത്. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം. വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി മറക്കാനുള്ള കോൺഗ്രസ് ശ്രമത്തിന് തിരിച്ചടി. ലോക്സഭയിൽ കോൺഗ്രസ് സഖ്യത്തിന് 31 MPമാർ വിജയിച്ചപ്പോൾ EVM നല്ലതായിരുന്നു എന്ന് മഹാരാഷ്ട്ര BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ബാവൻകുലെ ചോദിച്ചു. വോട്ടെണ്ണലിൽ ക്രമക്കേട് നടന്നു എന്ന ദ വയർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ പ്രചാരണവും പൊളിഞ്ഞു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതിന് പിറകെയായിരുന്നു വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. 288 അംഗ നിയമസഭയിൽ 16 സീറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയതിന്റെ ജാള്യത മറയ്ക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടതോടെ തകർന്നടിഞ്ഞെന്ന് മഹാരാഷ്ട്ര BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ബാവൻകുലെ പറഞ്ഞു.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിയുടെ 31 എംപിമാർ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ EVM നല്ലതായിരുന്നു. അതുകൊണ്ട് EVMനെ കുറ്റം പറയുന്നതിന് പകരം ആത്മപരിശോധന നടത്താൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും ചന്ദ്രശേഖർ ഭവൻകുലെ വ്യക്തമാക്കി. जो चुनाव हुए लोकसभा के उनके 31 सांसद चुन के आए, 2 अपक्ष, तब क्यों नहीं EVM पर सवाल खड़ा किया? तब EVM बराबर थी, तब EVM खराब नहीं थी. अब उनका नांदेड़ में सांसद चुन के आया अभी बाई इलेक्शन में, तो तब EVM खराब नहीं है. उनके बाकी अभी विधायक चुन के आए, वहाँ EVM खराब नहीं है. देखिए बवंडर खड़ा कर रहे हैं और ये बवंडर से कुछ होने वाला नहीं है. उल्टा आत्मपरीक्षण करना चाहिए. സംസ്ഥാനത്ത് പോൾ ചെയ്തതിനേക്കാൾ 5 ലക്ഷം വോട്ട് കൂടുതൽ എണ്ണിയെന്ന ദ വയർ ഉൾപ്പെടെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പോസ്റ്റൽ വോട്ടുകൾ കൂടാതെയുള്ള കണക്കുകളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് വോട്ടിന്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് കമ്മീഷൻ വ്യക്തമാക്കി. EVMന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. നിങ്ങൾ വിജയിക്കുമ്പോൾ വോട്ടിംഗ് മെഷീൻ നല്ലതും പരാജയപ്പെടുമ്പോൾ കുറ്റം പറയുകയുമാണോ എന്ന ചോദ്യത്തോടെയായിരുന്നു കോടതി നടപടി. ജനം, ഡൽഹി. കണ്ണൂർ വളപട്ടണം കവർച്ചയിൽ അന്വേഷണം ഇതര സംസ്ഥാനത്തേക്കും വ്യാപിപ്പിച്ചു. കർണാടകയും തമിഴ്നാടും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അതേസമയം കവർച്ചയ്ക്ക് തൊട്ടടുത്ത ദിവസവും കള്ളൻ ഇതേ വീട്ടിൽ കയറിയതായി CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. വളപട്ടണം കവർച്ചയിൽ പ്രത്യേക സംഘം രൂപീകരിച്ചുള്ള അന്വേഷണം മുന്നോട്ടു നീങ്ങുകയാണ്. ഇതര സംസ്ഥാനത്തുള്ളവരാണോ മോഷണത്തിന് പിന്നിലെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടകയും തമിഴ്നാടും കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പോലീസ് നായ മണം പിടിച്ച് വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിയതെങ്കിലും പ്രതി രക്ഷപ്പെട്ടത് ട്രെയിൻ മാർഗമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനിടെ മോഷണം നടന്നതിന്റെ 2ാം ദിനവും മോഷ്ടാവ് ഇതേ വീട്ടിലെത്തിയ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. 2ാം ദിവസവും വീട്ടിൽ ആളുണ്ടാകില്ലെന്നറിഞ്ഞാണ് മോഷ്ടാവ് എത്തിയതെന്നാണ് സൂചന. അല്ലെങ്കിൽ തെളിവായി അവശേഷിപ്പിച്ച എന്തെങ്കിലും വസ്തു തിരിച്ചെടുക്കാൻ വന്നതായിരിക്കാമെന്നും സംശയിക്കുന്നുണ്ട്. അതേസമയം വീട്ടിനകത്ത് കയറി മോഷണം നടത്തിയത് ഒരാളാണെങ്കിലും ഇയാൾക്ക് പുറമേ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. വീട്ടിന് അകത്തുനിന്ന് ലഭിച്ച ഉളിയും വിരലടയാളങ്ങളും കേസിലെ നിർണായക തെളിവാണ്. ജനം, കണ്ണൂർ. വയനാട് വരയാൽ കാപ്പാട്ടുമലയിൽ നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവം. വരയാൽ SNM LP സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് സമീപത്തുകൂടി തോട്ടത്തിലേക്ക് കയറി കവുങ്ങിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അപകടത്തിൽ 15 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 18 പേർക്ക് പരിക്കേറ്റു. ഇവരെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ആലുവ അദ്വൈതാശ്രമത്തിൽ പൂജാരിക്കുള്ള കാണിക്കത്തട്ടിൽ നിന്നും പൈസ മോഷ്ടിക്കാനുള്ള ശ്രമത്തിൽ മോഷ്ടാവിനെ പിടികൂടി. തൃശൂർ സ്വദേശി ജോയിയാണ് പിടിയിലായത്. ഭക്തർ പൂജാരിക്ക് വയ്ക്കുന്ന ദക്ഷിണയാണ് ഇയാൾ പ്രാർത്ഥിക്കാനെന്ന വ്യാജേന ആശ്രമത്തിലെത്തി സ്ഥിരമായി മോഷ്ടിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസവും ഇയാൾ പൂജത്തട്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ചിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അധികൃതർ പോലീസിന് കൈമാറി. ഇന്ന് വീണ്ടും മോഷ്ടിക്കാനെത്തിയതോടെ ജീവനക്കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കൊല്ലം കാരിക്കുഴി മാടൻ നടരാജമൂർത്തി ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തിത്തുറന്ന് പണം കവർന്ന 3 പ്രതികൾ പിടിയിൽ. ഞായറാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നത്. ഇരവിപുരം സ്വദേശി റിച്ചിൻ, കുരിപ്പുഴ സ്വദേശി രാഹുൽ, തിരുമുല്ലവാരം സ്വദേശി സെയ്താലി എന്നിവരാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇരവിപുരം പോലീസ് പ്രതികളെ പിടികൂടിയത്. പിടിയിലായ റിച്ചിനെതിരെ നിരവധി മോഷണ കേസുകൾ നിലവിലുണ്ട്. തൃശൂർ നാട്ടികയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരു മരണം. ചാവക്കാട് തിരുവത്ര തറയിൽ വീട്ടിൽ പ്രദീപിന്റെ മകൻ ശ്രീഹരിയാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയായിരുന്നു മരണം. ഹോക്കി ആവേശമാക്കിയ ഒരു നാടുണ്ട് പത്തനംതിട്ടയിൽ. ഹോക്കിക്ക് വേണ്ടി മാത്രം ക്ലബ്ബ് രൂപീകരിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകുകയാണ് തടിയൂർ NSS ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ മാത്രമല്ല, പുറത്തു നിന്നുള്ളവർക്കും ഇവിടെ പരിശീലനമുണ്ട്. നിരവധി മത്സരങ്ങളിൽ ഇതിനോടകം മിന്നും പ്രകടനം കാഴ്ചവെച്ചവരാണ് ഇവിടുത്തെ ഹോക്കി താരങ്ങൾ. ഹോക്കി ജീവശ്വാസമാക്കി മാറ്റിയ വിദ്യാലയമാണ് തടിയൂർ NSS ഹയർ സെക്കൻഡറി സ്കൂൾ. 2013 ഹോക്കി ക്ലബ്ബും രൂപീകരിച്ചു. എല്ലാ ദിവസവും കുട്ടികൾക്ക് പരിശീലനമുണ്ട്. സ്കൂളിലെ വിദ്യാർത്ഥികളും പുറത്തു നിന്നുള്ളവരുമായി
60ഓളം കുട്ടികൾ പരിശീലനം നടത്തുന്നു. മുൻ ഹോക്കി താരവും സ്കൂൾ കായികാധ്യാപകനുമായ ബിനു ജി നായരാണ് മുഖ്യ പരിശീലകൻ. 2013 മുതൽ ഈ സ്കൂളിൽ ഇത് ആരംഭിച്ചതാണ്. അപ്പോൾ അന്നത്തെ ആദ്യ ബാച്ചിലുള്ളതാണ് അഖില്. പിന്നെ കുട്ടികളെ സംസ്ഥാന മത്സരങ്ങളിലെല്ലാം ഏകദേശം ഒരു 40 കുട്ടികളോളം സംസ്ഥാന മത്സരങ്ങളിൽ ഈ സ്കൂളിൽ നിന്ന് ഈ വർഷം പങ്കെടുത്തിട്ടുണ്ട്. സംസ്ഥാന മത്സരം എന്ന് പറയുമ്പം JN ഹോക്കി, സംസ്ഥാന കേരള സ്കൂൾസിൻ്റെ മത്സരം, അതുപോലെ അസോസിയേഷൻ മത്സരം, ഇതിന് 3 40 പ്ലെയേഴ്സോളം ഗേൾസ് ആൻഡ് ബോയ്സ് ഉൾപ്പെടെ 40 പ്ലെയേഴ്സ് പങ്കെടുത്തിട്ടുണ്ട്. സംസ്ഥാന മത്സരങ്ങളിൽ പത്തനംതിട്ട ജില്ലാ ടീമിൽ നമ്മുടെ തടിയൂരിൻ്റെ 3 കുട്ടികൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. സംസ്ഥാന ഹോക്കി താരം അഖിൽ വിനോദും പരിശീലകനായുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഗെയിമിനേക്കാളും കുട്ടികൾക്ക് നമ്മുടെ താല്പര്യം ഹോക്കിയോടാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ പല പല ഉണ്ടായെങ്കിൽ പോലും ഹോക്കി പരിശീലനം എന്ന് പറയുമ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും മുന്നിട്ടിറങ്ങും. ഈ തവണ സ്കൂൾ ഗെയിംസ് 66ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ നമ്മുടെ ഹോക്കി ടീമിൽ നിന്ന് 3 പേര് പത്തനംതിട്ട ടീമിൽ ഉൾപ്പെട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടീമിന് വെള്ളി മെഡൽ, പത്തനംതിട്ടയ്ക്ക് വെള്ളി മെഡൽ കരസ്ഥമാക്കി. അത് നമ്മുടെ 3 പ്ലേയേഴ്സ് നമ്മുടെ ടീമിൽ നിന്നുണ്ടായിരുന്നു. ഈ വർഷം തന്നെ 40 പ്ലേയേഴ്സ് കൂടുതൽ നമുക്ക് അസോസിയേഷൻ മത്സരം, സ്കൂൾ മത്സരങ്ങളെല്ലാം എല്ലാവരും പറ്റും. സ്കൂളും എല്ലാം നല്ല സപ്പോർട്ടായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്. വളരെ ചിട്ടയായ പരിശീലനം തന്നെയാണ് ഈ കായിക താരങ്ങൾ നമ്മളോട് ഒപ്പം നിൽക്കുന്നതും. അതുപോലെ നമ്മളെല്ലാം നല്ലപോലെ സഹകരണത്തിലാണ്. നമുക്ക് തടിയൂരിന് അഭിമാനമാണ് ടീം. ഈ സ്കൂള് നാടിനെല്ലാം അഭിമാനമാണ്, ജില്ലയ്ക്ക് അഭിമാനമാണെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളെല്ലാം കൂടെ കുറച്ച് പേര് സഹകരിച്ച് ഇങ്ങനെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ കായിക മേഖലകൾ ഉണ്ടായിട്ടും സ്കൂൾ കേന്ദ്രീകരിച്ച് എന്തുകൊണ്ട് ഹോക്കി എന്ന ചോദ്യത്തിന് ഹെഡ് മാസ്റ്റർ VK സതീഷിന്റെ മറുപടി ഇങ്ങനെ. ഹോക്കി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഐക്കണാണ്, നാടിൻ്റെ തന്നെ ഒരു ഐക്കണാണ്. വളരെ സാറ് പറഞ്ഞ പോലെ 2013 മുതൽ സജീവമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള പ്രാക്ടീസ്, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ 3:30 ശേഷം 5:05 വരെയൊക്കെ അവരുടെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ അഖിലിനെ പോലെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ഈ സ്കൂളിൻ്റെ തന്നെ സംഭാവനയാണ് അഖില്. അപ്പോൾ അഖിലിനെ പോലുള്ള ആൾക്കാർ ഇവിടെ കൃത്യമായിട്ട് വരികയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവർക്ക് പ്രാക്ടീസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നാളുകളിൽ എന്താ പറയുക, ഇന്ത്യ അറിയുന്ന അല്ലെ ലോകം അറിയുന്ന ഒരുപാട് ഹോക്കി പ്ലേയേഴ്സ് ഇവിടുന്ന് ഉണ്ടാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അത്രമാത്രം ഈ ഗ്രൗണ്ടിൽ ഒക്കെ കളിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അവർ ഭാവിയിൽ അവരുടെ എല്ലാ ഹോക്കി എന്ന് പറയുന്ന പ്ലേ ഗ്രൗണ്ടിൻ്റെ എല്ലാ ഫെസിലിറ്റീസും കിട്ടിക്കഴിയുമ്പോൾ അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇവിടെ നിന്നും 23 താരങ്ങളാണ് സംസ്ഥാന തലത്തിൽ ജില്ലയ്ക്കായി കളത്തിൽ ഇറങ്ങിയത്. പത്തനംതിട്ട ജില്ലാ ഹോക്കി ചാമ്പ്യൻഷിപ്പിലും തുടർച്ചയായ ജേതാക്കൾ തടിയൂർ ഹോക്കി ടീം തന്നെ. നമ്മുടെ ഭാവി കായിക വാഗ്ദാനങ്ങൾ ഇവിടെ എനിക്കിടയിലുണ്ട്. അഭിമാനകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പറ്റുമെന്ന് ആത്മവിശ്വാസവും ഇവർക്കുണ്ട്. വിദ്യാലയത്തിന്റെ ഇത്രയും വലിയ പിന്തുണ ലഭിക്കുമ്പോൾ അത് സാധ്യമാവുക തന്നെ ചെയ്യും. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.